ഞാൻ കുംഭമാസത്തിൽ ചേനയെല്ലാം നട്ടു. അപ്പൊ ഒരു ചേനേനെ ഞാൻ അവിടെ ബാക്കിയാക്കീനി. അത് ബിരിഞ്ഞിട്ടാകുമ്പോ ഇക്കെല്ലാം ഒരു കറി വെച്ച് നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇതിപ്പോ ബിരിഞ്ഞു. ഇനി 4 ദിവസം കഴിയുമ്പോ ഇത് പൂക്കും. പൂത്താ പിന്നെ ഈ ഭാഗം എവിടെ നിൽക്കാൻ കഴിയാ നാറിയിട്ട്. അങ്ങനെ അതിന് മുമ്പേ തന്നെ കറി വെക്കണം. 2 വെക്കാറിഞ്ഞാൽ ഇതൊന്നേ ഉണ്ടായിന്. ബാക്കിയെല്ലാം നട്ടു. ഇതാ ഇപ്പൊ നല്ല പാങ്ങില് ബിരിഞ്ഞ് വരുന്നതേ ഇല്ല. ഇതന്നെ ഇതിന്റെ കറി വെക്കേണ്ട സമയം. ഈ ബിരിഞ്ഞേനെ ഇതിനപ്പുറം കറി വെക്കണം. ബാക്കിയില്ലേനെ മഴയത്ത് വെച്ചിട്ട് 4 കഷ്ണാക്കിയെങ്കിൽ 4 കുഴിയായിട്ട് നടാം. നിങ്ങൾക്ക് ഇതിന്റെ ചേരുവയെല്ലാം പരിചയപ്പെടുത്തി തരാം. തേങ്ങ, പച്ചമുളക്, കപ്പാങ്കള്, കടുക്, പുളിയുടെ കുറച്ച് വെള്ളം ചൊറിഞ്ഞെങ്കിലോ, ഉപ്പ്, മഞ്ഞള്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കരിയാമ്പല. ഇനി ഞാനിപ്പോ പൊളിക്കുന്നു. എന്നിട്ട് കൈയിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിക്കാം. ഇനി പൊളിച്ചു നോക്കുന്നില്ല. അച്ചലാറ്റം ഉണ്ടെങ്കിലോ ഇങ്ങനെ ഇങ്ങനെ പൊളിക്കണ്ടേ. എന്തൊരു പാങ്ങുണ്ട്. പൊളിക്കുമ്പോഴേക്കും ഇതിൽ അച്ചലൊന്നുമില്ല. ഇത് 3 സൈസ്. ഇതൊരു മണി, ഇത് ചെറിയ മണി, ഇത് പൂക്കണ്ടേ എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നത്. പൂത്താ പിന്നെ ഒന്നിനും കൊള്ളിയില്ല. അപ്പോഴൊക്കെ തന്നെ കറി കാണും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി വെച്ചാൽ മതി. ഇത് മാത്രം വെക്കുന്ന എപ്പോഴുണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ കുറച്ച് കൂട്ടുന്നതിനാ. ഇത് തന്നെ കറി വെക്കേണ്ടത്. ഇനിയും മുരിക്കുന്നു. ഇടക്കിടക്ക് തരിക്കണം. എന്നാലേ ചെറിയ ചെറിയ കഷ്ണാവും. ഇത് ചെറുങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം. ഞാനിതിനെ ചെത്തുമ്പോ കുറച്ച് വലുതായി പോന്നു. എനിക്കങ്ങനെ നന്ന ചെറുങ്ങനെ അറിയുന്നില്ല. ബീസകത്തിയിൽ പല കത്തിയിലെങ്കിലും അറിയും. തീ പറ്റിയതിന് ചട്ടി തീമാക്കുന്നു. ചട്ടി ചൂടായി. എണ്ണ ഒഴിക്കുന്നു. കടുക് പൊട്ടുന്നുണ്ട്. കരിയാമ്പല ഇടുന്നു. ഇനി ചേനയുടെ കൂമ്പ് മുറിച്ച് വെച്ചില്ല, അതിനിടണം. ഇനി പാകത്തിന് ഉപ്പ്. ഇനി അച്ചനെ അതിലത്തേക്ക് ഇടണം. തീ കുറച്ചിട്ട് പാങ്ങിൽ പൊത്തി വെച്ചാൽ മതി. ഇതിന്റെ മൂടെടുക്കുന്നു. ഇതിനെ ഇളക്കണം നല്ലോണം. എന്നാലേ പാങ്ങിൽ പോവും എണ്ണയിൽ. ഇതിനിപ്പോ 5 മിനിറ്റ് ഇളക്കി. ഇനിയിപ്പോ ഇങ്ങനെ കൂന കുത്തിയിട്ട് വെക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ ആദ്യം ഇളക്കിയാൽ മതി. 10 മിനിറ്റ് തൊട്ട് കറി റെഡിയായി. അത് പാങ്ങിൽ വെന്തു. ഇപ്പൊ ഞാൻ പാങ്ങുന്നതിന് മുട്ടയെല്ലാം ഇരിക്കാനൊക്കെ തന്നെ. ഞാൻ തിന്നോക്കട്ടെ എങ്ങനത്തെന്ന്. നല്ല പാങ്ങായി. ഇതുവരെ ഞാൻ ഉരുക്കിയില്ല. ഇത് ആദ്യമായിട്ട് ഉരുക്കിയത്. അടുത്ത കൊല്ലം നടുമ്പോഴേക്ക് ഞങ്ങൾക്ക് 4-5 എടുത്തു വെക്കണം. എന്നാലല്ലേ നല്ലോണം കുറെ ദിവസം കറി വെക്കെല്ലാം കഴിയും. ഇത് ഞാൻ ഒന്നേ എടുത്തു വെച്ചിന്. ഇതിന്റെ പാകം ഒന്ന് പാങ്ങിൽ അറിയാഞ്ഞിട്ട്. ഇപ്പൊ എല്ലാരും വെക്കുന്ന പറഞ്ഞു. അങ്ങനെ ഞാനും വെച്ച് നോക്കിയത്. ഇപ്പൊ കറി കൂട്ടുമ്പോഴേക്ക് നല്ല പാങ്ങമുണ്ട്. ഞാനിന്ന് ചേനയുടെ പൂ ഉരുക്കിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഉരുക്കി വെക്കണം. പാങ്ങുണ്ടെങ്കിൽ നിങ്ങളും എന്നെ അറിയിക്കണം. എന്റെ നല്ല പാങ്ങായിന്. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.